ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദിനി ആരതിയും കൂട്ടി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. ഈ സമയം നന്ദിനി വരുമ്പോൾ തന്നെ ഇവരുടെ മനസ്സിലൊരു ചിരിയൊക്കെ ഉണ്ട് കേട്ടോ. പത്മ തൻ്റെ മക്കളോട് പറയാണ്, ഇവിടെ ഒരു സംഭവം നടക്കാൻ പോവാണ്, അത് നിങ്ങൾക്ക് നേരിട്ട് കാണാം. അപ്പം മമ്മി ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ, ഇത്രമാത്രം സന്തോഷിക്കാൻ എന്താ മമ്മി, ഞങ്ങളോട് കൂടി എന്ന് പറയാം കേട്ടോ. ചില കാര്യങ്ങൾ നേരിട്ട് കാണേണ്ടതാണ്, നേരിട്ട് തന്നെ കാണണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരം തുടരുകയാണ്. അപ്പോൾ ഈ സമയം പത്മ അത് പറയുമ്പോൾ ഉടൻ തന്നെ പറയാണ്, എന്താണെങ്കിലും മമ്മി ഇത്രയും സസ്പെൻസ് ഇടല്ലേ, ഞങ്ങൾക്കിതിങ്ങനെ പിടിച്ച് നിൽക്കാൻ കഴിയില്ല, മമ്മി എന്താണെങ്കിലും ഒന്ന് ഞങ്ങളോട് തുറന്ന് പറ എന്ന് പറയും കേട്ടോ. സമയം പത്മ പറയാണ്, ഇല്ല ഞാൻ തുറന്ന് പറയുന്നില്ല, നിങ്ങൾ തന്നെ ഇത് നേരിട്ട് കാണൂ, അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ത്രില്ല് കിട്ടുള്ളൂ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഈ സമയം ആരതി കടന്നു വരികയാണ്. മാഡം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ ഈ സമയം ഇവർ എന്തിനാണ് അവൾ വന്നതെന്ന് മനസ്സിലാവാതെ എല്ലാവരും ഇങ്ങനെ പകച്ച് നിൽക്കുകയാണ്. ഇതേ സമയം പറയാണ് നന്ദിനി, മാഡം ആരതി വന്നിരിക്കുന്നത് അവളുടെ ഭർത്താവിന് വേണ്ടി സംസാരിക്കാനാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ പത്മക്ക് ഇങ്ങനെ അരിശം കയറി വരികയാണ് കേട്ടോ. ശരിക്കും ദേഷ്യം പിടിക്കുന്നുണ്ട് പത്മക്ക്. ഒരു തരം ഇങ്ങനെ കാലിൽ നിന്നൊരു തരം ദേഷ്യം ഇങ്ങനെ ഇതായി കയറി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയം ആരതി പറയാണ്, മാഡം ഞാൻ വന്നിരിക്കുന്നത് വിവേകിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വിവേക് ഒരിക്കലും കമ്പനിയിലെ പണം കക്കില്ല, മാഡമാണ് പരാതി കൊടുത്തത് എന്ന് പറഞ്ഞു കേട്ടു. വിവേകിന് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരം തുടരുകയാണ് കേട്ടോ. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ പറയാണ്, വിവേക് അങ്ങനെ കക്കില്ല എന്ന് പറയാം. അപ്പോഴേക്കും ഇവിടെ ഇന്ദ്രജ, വേദ, അതുപോലെ ഈ പറയുന്ന ഇവർക്കൊക്കെ കാര്യങ്ങൾ പിടികിട്ടി കേട്ടോ. ഇതുവരെ വിജയ്ക്കും കാര്യങ്ങൾ പിടികിട്ടി, ഇതിനായിരുന്നു പണം കൊണ്ടുവന്നത് എന്നുള്ളത്. പക്ഷേ എന്തിനാണിത് ചെയ്തത് എന്ന് ഇവർക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ ഈ സമയം ഇവർക്ക് അപ്പം മമ്മി എന്തോ മുന്നിൽ കണ്ടിട്ടുണ്ട് എന്ന് ഇവർ പരസ്പരം പറയാണ്. അപ്പോൾ ഈ സമയം ആരതി കരയാണ്, പൊട്ടിക്കരയാണ്. എൻ്റെ ഭർത്താവ് ഒരിക്കലും മാഡത്തിൻ്റെ കമ്പനിയിൽ നിന്ന് ഇങ്ങനെയൊന്നും ചെയ്യില്ല, മാഡം എൻ്റെ ഭർത്താവിനോട് മാഡം ക്ഷമിക്കണം, അതുകൊണ്ട് മാഡം പ്ലീസ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരച്ചിൽ തുടരുകയാണ്. അപ്പോൾ ഇത് തുടരുമ്പോൾ ഉടൻ തന്നെ ആരതി പറയാണ്, ആരതി ഇങ്ങനെ കരയുമ്പോൾ ഉടൻ തന്നെ നന്ദിനി പറയാണ്, മാഡം വിവേക് നല്ലൊരു പയ്യനാണ്, സൂര്യ സാറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ്, ഒരിക്കലും വിവേക് ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നങ്ങ് പറയാണ് കേട്ടോ. ഇത് കേട്ട ഉടൻ തന്നെ ദോഷം അങ്ങ് കയറി വരികയാണ് പത്മക്ക്. അപ്പോൾ പത്മ പറയാണ്, അവൾക്ക് പറയാനുള്ളത് അവൾ പറഞ്ഞോട്ടെ, നീ ഇതിൽ സംസാരിക്കാൻ ഒരുങ്ങണ്ട, നീ സംസാരിക്കുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്, നീ സംസാരിക്കരുത്, വായടക്കി മിണ്ടാതെ നിന്നോ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് കേട്ടോടെ തന്നെ ശരിക്കും സങ്കടമാവുകയാണ് നന്ദിനിക്ക്. നന്ദിനിയോട് പറയണേ, നീ ശബ്ദിക്കരുത്, നീ മിണ്ടരുത് എന്നുള്ള ആ വാക്കുകളൊക്കെ പ്രയോഗിച്ച് പോവുകയാണ് കേട്ടോ. അപ്പം നന്ദിനിക്കാണെങ്കിലോ വല്ലാത്തൊരു വിഷമം വരികയാണ്. ഭാരതി കരഞ്ഞും കൊണ്ട് പറയാണ്, മാഡം എന്തിനാണ് വിവേകിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്, ഒരിക്കലും വിവേക് ആരുടെയും പണം കക്കത്തില്ല, വിവേകിന് അതിന് കഴിയില്ല. അപ്പോൾ വിവേക് കമ്പനിയിലെ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, വിവേകിനെ പോലീസ് പിടിച്ചത് മാത്രമേ എനിക്കറിയത്തുള്ളൂ, വിവേക് ആ പണം കക്കില്ലെന്ന് പറയാം കേട്ടോ. പക്ഷേ ഈ സമയം പത്മ പറയണേ, എൻ്റെയും വിശ്വാസം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, വിവേക് പണം കക്കില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇത്രയും നാൾ ഇരുന്നത്. പക്ഷേ ചിലവരൊക്കെ ആ വിശ്വാസം തെറ്റിക്കുമ്പോൾ അതിനുള്ള ശിക്ഷ ഞങ്ങൾ കൊടുക്കേണ്ടേ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ സമയം മാഡം എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, വിവേക് പണം കക്കില്ലെന്ന് ഞാൻ തീർത്ത് പറഞ്ഞല്ലോ, പിന്നെ മാഡം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് നോക്കി എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ, അതായത് ആ കമ്പനിയിൽ നിന്നും മേശപ്പുറത്തു നിന്നും ഇങ്ങനെ വിവേക് പതിയെ വന്ന് ചുറ്റും ഇങ്ങനെ നോക്കിയതിന് ശേഷം ആ ഒരു പണത്തിൻ്റെ കിഴിയെടുക്കണം, അതായത് പൈസയാണെന്നൊന്നും വിവേകിന് അറിയില്ലല്ലോ, അങ്ങനത്തെ രീതിയിലാണല്ലോ അവിടെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ വിവേക് അത് എടുക്കുന്നതും അത് പതിയെ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന ആ ഒരു രംഗമാണ് കേട്ടോ. ഈ സമയം അതൊരു കള്ളൻ പണം മോഷ്ടിക്കുന്നത് പോലത്തെ രീതിയിൽ തന്നെ ആവുമ്പോൾ പറയാനില്ല കേട്ടോ. അപ്പോൾ ഈ സമയം ഇവർക്കൊക്കെ ശരിക്കും ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ ഇവർ പറയാണ്, ഞങ്ങൾ അതായത് ഇന്ദ്രജി പറയാണ്, ഇതൊക്കെ കണ്ടിട്ട് നീ വിവേക് പണം മോഷ്ടിക്കില്ലെന്ന് എന്തുകൊണ്ടാണ് നീ പറഞ്ഞതെന്ന് പറയാണ്. അപ്പോഴേക്കും ഉടൻ തന്നെ പറയാണ്, ഇല്ല വിവേക് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, പിന്നെ ഞങ്ങൾ ഈ ഉണ്ടാക്കിയെടുത്ത വീഡിയോ ആണെന്നാണ് നീ പറയുന്നതെന്ന് പത്മ അപ്പോഴേക്കും പറയണം.
അപ്പോൾ ഈ സമയം നന്ദിനി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ രാജു നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ രാജു പറയാണ്, സൂര്യ സാറിൻ്റെ വേണ്ടപ്പെട്ട ആളാണല്ലോ ഈ പറയുന്ന വിവേക് അങ്ങനെ അതെ, ഇവിടുത്തെ പണിക്കാർ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കണ്ട, നിനക്കും ഈ നിൽക്കുന്ന വേലക്കാരിക്കും അകത്ത് പണിയുണ്ടെങ്കിൽ അകത്തെ പണി ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവരെ അകത്തോട്ട് വിടുകയാണ്. എന്നിട്ട് പത്മ പറയാണ്, വാ ആരതി ഇവിടെ വന്നേ, കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരതിയെയും വിളിച്ചും കൊണ്ട് പോവുകയാണ്. ഇതേ സമയം രാജുവേട്ടാ, വിവേകിനെ രക്ഷിക്കാൻ എന്താ വഴി എന്നൊക്കെ നന്ദിനി ചോദിക്കുകയാണ്. ഈ സമയം പറയണേ, വിവേകിനെ രക്ഷിക്കാനുള്ള വഴി ഇപ്പോൾ എന്തായാലും പത്മ മേഡം പറയാതിരിക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. പത്മ മേഡം പറയും. കാരണം പത്മ മേഡം ഈ ഒരു വിവേകിനെ കൊടുക്കലിന് പിന്നിൽ എന്തോ ഒരു പ്ലാൻ ഉണ്ട് അവരുടെ മനസ്സിൽ. ആ പ്ലാൻ ഉള്ളത് കൊണ്ടാണ് അവർ ഈ പറയുന്ന വിവേകിനെ പോലീസ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതെന്തായിരിക്കും പ്ലാൻ എന്ന് ചോദിക്കണത് എനിക്കറിയില്ല നന്ദിനി. എന്തായാലും നിനക്കിട്ട് പണിയാനാണോ എന്നും പറയാതിരിക്കാൻ വയ്യ. എന്താണെങ്കിലും നമുക്ക് കണ്ടറിയാം, കാത്തിരുന്ന് കാണാം ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നന്ദിനിക്ക് ശരിക്കും സങ്കടം ആവുകയാണ്. നന്ദിനി പറയാണ്, പാവം ആരതി വല്ലാതെ ടെൻഷനായിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്നെക്കൊണ്ടാണെങ്കിൽ രക്ഷിക്കാനും പറ്റത്തില്ലല്ലോ, ഇനി എന്താ ചെയ്യുക എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. അതേസമയം ആരതി റൂമിൽ ചെന്നിരിക്കുകയാണ്. അപ്പോൾ പത്മ പറയാണ്, നിൻ്റെ ഭർത്താവ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത്, ഞാൻ എൻ്റെ പണം പോയ സ്വാഭാവികമായിട്ടും ഞാൻ കേസ് കൊടുക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കേസ് കൊടുക്കാൻ ഒരുങ്ങിയത്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, അതായത് നിൻ്റെ ഭർത്താവിനെ രക്ഷിക്കണം എന്നുണ്ട് മാഡം, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം മാഡം, എൻ്റെ ഭർത്താവിനെ ഒന്ന് രക്ഷിച്ച് തന്നാൽ മതി എന്ന് പറയാം. അപ്പോൾ ആ സമയം അവിടെ ചോദിക്കണം, നീ എന്ത് വേണമെങ്കിലും ചെയ്യുമോ എന്നിങ്ങനെ പത്മ ചോദിക്കണം. ഓ മാഡം, ഞാൻ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാണ്, എൻ്റെ ഭർത്താവിനെ പുറത്തിറക്കണം മാഡം, ഈ പരാതി ഒഴിവാക്കണം എന്ന് പറയണം. അപ്പോൾ ഉടൻ തന്നെ പത്മ എന്ത് ചെയ്യുന്നു, ഈ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിക്കുകയാണ് കേട്ടോ. അതായത് പോലീസ് സ്റ്റേഷനിലോട്ട് പത്മ വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഹലോ, ഇത് പത്മയാണ്, ഇപ്പോൾ ഒരു കേസ് തന്നിരുന്നല്ലോ. ഓ മാഡം, തന്നിരുന്നു. ആ കേസ് സംബന്ധമായ കാര്യത്തെക്കുറിച്ച് പറയാനാണ് വിളിച്ചത്. ഞാൻ തന്ന കേസ് പ്രകാരം എന്ത് വകുപ്പാണ് അവരുടെ പേരിൽ ചാർത്തുക, അവർക്ക് എന്ത് ശിക്ഷയാണ് കിട്ടുക എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ ആരതി ഇങ്ങനെ കിടുകിടാ വിറച്ചും കൊണ്ടിരിക്കുകയാണ്. ആരതിക്ക് സങ്കടം വരെയാണ്, പൊട്ടിക്കരയാനുള്ള ആ ഒരു വിഷമം വന്നു തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു സമയം ഈ കിടുകിട അങ്ങനെ വിറക്കുമ്പോൾ ഉടൻ തന്നെ പോലീസ് പറയാണ്, അതെ ഞാനൊരു കാര്യം പറയാം, എന്താണ് അവരുടെ പേരിൽ കേസ് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഇത്ര കൊല്ലം വരെ ശിക്ഷയുണ്ട്, പിഴ അടക്കണ്ടേ, അങ്ങനെയൊക്കെയാണ് പറയാൻ കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ കിടാ അരുതി വിറക്കാണ്. ഞാൻ ഫോണ് കട്ട് ചെയ്യാണ്. അപ്പോൾ വിവേകും ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ. ഈ പോലീസ് സംസാരിക്കുന്നത് വിവേകും കേൾക്കുന്നുണ്ട്. അങ്ങനെ ഈ സമയം ഉടൻ തന്നെ ആരതിയോട് പറയണം, ഞാനൊരു കാര്യം പറയട്ടെ, നീ അത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിൻ്റെ ഭർത്താവിനെ ഞാൻ വിട്ടോളാം, അതല്ലെങ്കിൽ നിൻ്റെ ഭർത്താവിന് കിട്ടാൻ പോകുന്ന ശിക്ഷ ഇതാണ്. എന്ത് കാര്യമാണ് മാഡം ഞാൻ ചെയ്യേണ്ടത്, എന്തും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഇത്രയും നാളും കമ്പനിക്ക് വേണ്ടി പണിയെടുത്ത ഒരാളാണ് എൻ്റെ ഭർത്താവ്. അപ്പോൾ എൻ്റെ ഭർത്താവിനെ രക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രക്ഷിച്ചെടുക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം പറയണം, നീ ഒരു പണി ചെയ്യണം, സൂര്യയുടെ റൂമിലോട്ട് പോകണം. അപ്പോഴത്തെ കേട്ടോടെ തന്നെ ചോദിക്കുകയാണ്, സൂര്യയുടെ റൂമിലോട്ട് ഞാൻ എന്തിനാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, സൂര്യയുടെ റൂമിൽ പോയിട്ട്, അതായത് നന്ദിനി ഇവിടെ ഇല്ല, നന്ദിനി ഈ വീട്ടിൽ നിന്ന് പോയിരിക്കുന്നു എന്നുള്ള സത്യം നീ പറയണമെന്ന് പറയണം കേട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടി പറയാനില്ല, അത്രയും ദേഷ്യം പിടിക്കുകയാണ് ആരതിക്ക്. ഇവരുടെ ഇത്ര ചീപ്പ് മനസ്സ്, ഇവരെപ്പോലെ ഒരു വൃത്തികെട്ട മനസ്സ് ആർക്കും ഉണ്ടാവില്ലല്ലോ. അവിടെ തന്നെ മാഡം നന്ദിനി പോയിട്ടില്ലല്ലോ, അതെന്നെ എനിക്കറിയില്ല, സൂര്യ അവിടെ നിന്നെ കാണുമ്പോൾ നന്നായി സന്തോഷിക്കും. അപ്പോൾ നീ ഒരു കാര്യം പറയണം, നന്ദിനി ഇവിടെ ഇല്ല, നന്ദിനി പോയിരിക്കുന്നു എന്ന് നീ പറയണം. അപ്പോൾ ഈ സമയം ആരതി ഒന്ന് പകച്ചു പോവാണ്, വല്ലാതെ അങ്ങനെ ടെൻഷനായി നിൽക്കുകയാണ്. എന്താ നിന്നെക്കൊണ്ടത് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അതേസമയം ആരതി പറയാണ്, ഇല്ല പറയില്ല, എന്നാൽ നിൻ്റെ ഭർത്താവ് എന്നും ജയിലിൽ തന്നെ. അത് കേൾക്കുന്ന ആരതി പറയാണ്, എൻ്റെ ഭർത്താവിൽ ജയിലിൽ കിടന്നാലും വേണ്ടിയില്ല, നന്ദിനി ഇവിടെ നിന്ന് പോയെന്ന് പറയില്ല. അപ്പോൾ എന്തിനാ മേഡം അത് പറയുന്നത്? അപ്പോൾ ഉടൻ തന്നെ പറയണം, നന്ദിനി പോയെന്ന് പറയണം, അതാണ് എൻ്റെ ആവശ്യം, അത് നീ പറയാൻ തയ്യാറാണോ എന്ന് ചോദിക്കുകയാണ്. ഈ സമയമില്ല, ഞാൻ പറയില്ല, എന്തിനു വേണ്ടിയാണ് മേഡം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നന്ദിനി ഇവിടെ ഉണ്ടല്ലോ, സൂര്യയും നന്ദിനിയും തമ്മിൽ കാണേണ്ടത് അവർ ഭാര്യ ഭർത്താക്കന്മാരല്ലേ. നീ നിർത്തടി, ഇങ്ങനെയുള്ള സംസാരിക്കാനല്ല നിന്നെ ഞാൻ വിളിച്ചത്. നിൻ്റെ ഭർത്താവിനെ ഈ കേസിൽ നിന്നും പിൻവലിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യൂ, നന്ദിനി
ഈ ഒരു വീട്ടിൽ നിന്ന് പോയി എന്നുള്ളത് സൂര്യയോട് നീ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവിടെ അടങ്ങിക്കിടക്കും. അതിനു വേണ്ടിയാണ് നിന്നെ വിളിച്ചത്. നിനക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഈ സമയം ആരതി പറയണേ, എന്നെക്കൊണ്ട് പറ്റത്തില്ല. നന്ദിനി വീട്ടിൽ നിന്നും പോയി എന്ന് പറഞ്ഞിട്ട് സൂര്യയെ തെറ്റിദ്ധരിപ്പിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. നന്ദിനി സൂര്യയെ ഇട്ടേച്ച് പോയി എന്നൊന്നും എന്നെക്കൊണ്ട് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ വിചാരിക്കുന്ന ആ ലക്ഷ്യം എന്നെക്കൊണ്ട് നിറവേറ്റാൻ പറ്റില്ല എന്ന് പറയട്ടോ. അങ്ങനെ ആരതി അവിടെ നിന്ന് ഇറങ്ങാണ്. ഈ സമയം നീ പോവുമെങ്കിൽ പോയിക്കോ, നിൻ്റെ ഭർത്താവ് ഈ പറയുന്ന ശിക്ഷ അനുഭവിച്ച് ജയിൽ ശിക്ഷ കഴിഞ്ഞ് വരുമ്പോൾ നിനക്ക് കാണാം. ആയിക്കോട്ടെ, ജയിൽ ശിക്ഷ അനുഭവിച്ചാലും എന്നെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവുമില്ല, അതൊക്കെ കിട്ടിക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഒരു പാവം പെണ്ണിനെ ഇങ്ങനെയിട്ട് പീഡിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാന്നൊക്കെ പറഞ്ഞിട്ട് ആരതി ഇവിടെ നിന്ന് താഴോട്ട് ചെല്ലുക. അപ്പോൾ ഇതൊന്നും അറിയാതെ നന്ദിനി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നന്ദിനിക്ക് നല്ല ടെൻഷനാണ്. ഇനിയിപ്പോൾ എങ്ങനെ ഏട്ടാ ആരതിയുടെ ഭർത്താവിനെ വിവേകിനെ രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് രാജുവിനോട് സംസാരിച്ചും കൊണ്ടിരിക്കുമ്പോഴാണ് ആരതി താഴോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ ആരതി ഇറങ്ങി വന്ന പാടെ നന്ദിനി ഓടിച്ചെന്ന് ചോദിക്കുകയാണ്, എന്തായി ഈ രക്ഷിക്കാമെന്ന് മാഡം പറഞ്ഞോ, കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അവരുടെ ലക്ഷ്യം നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. നീ സൂര്യയ്ക്ക് ഈ അവസ്ഥ ആയപ്പോൾ നീ അവനെ ഇട്ടേച്ച് പോയി എന്ന് സൂര്യയുടെ മനസ്സിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത് എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന നന്ദിനി ആകെ പകച്ചു പോവാണ്. അപ്പോൾ നിന്നെ സൂര്യ ഇപ്പോൾ വിളിക്കുന്നുണ്ടല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടി അവർ അടുത്ത നാടകം നടത്തിയിരിക്കുകയാണ്. അവർ മനഃപൂർവ്വം എൻ്റെ വിവേകിനെ കുടുക്കിയിരിക്കുകയാണ്. വിവേകിനെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ആരതി പത്മക്ക് കണക്കിന് കൊടുത്ത് അവിടെ നിന്ന് പോകുമ്പോൾ പത്മ മുകളിൽ നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ.